ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡിയോയുടെ ആപ്പ് ഒന്ന് പരിചയപ്പെട്ടാലോ. ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഞാൻ ആരും ചെയ്തേക്കുന്ന വീഡിയോസ് കണ്ടിട്ടോ ഒന്നും പറയല്ലേ. ഞാൻ ഡിയോയുടെ ആപ്പിൽ നിന്നും ഒരു പെട്ടി ഓർഡർ ചെയ്തായിരുന്നു. പെട്ടിയല്ല, പെട്ടിക്കകത്ത് കുറച്ച് സാധനങ്ങൾ. ഈ ഒരു വലിയ പെട്ടിയാണ്. അപ്പം ഞാൻ ഈ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർഡർ ചെയ്യുന്നതിന് മുൻപ് ഈ ഡിയോയുടെ ആപ്പിനെ കുറിച്ച് അറിയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റഗ്രാമിലെ സൈറ്റോ കാര്യങ്ങളോ വല്ലതായിരിക്കും. എനിക്ക് ഈ സോഷ്യൽ മീഡിയാസ് ഒന്നും അധികമില്ല, വാട്സപ്പ് ഉണ്ടെന്നേ ഉള്ളൂ, ഈ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇതെന്താ സൈറ്റോ കാര്യങ്ങളോ ആണ്, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുമോ, ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കിട്ടുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ യൂട്യൂബിൽ കുറേ തപ്പിയിട്ട് ഞാൻ ഇതൊരു ആപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ മീഷോ, ഫ്ലിപ്കാർട്ട് കണക്ക് ഒരു ആപ്പ്. അങ്ങനെ ഞാനിത് ഡൗൺലോഡ് ചെയ്തു. ഞാനിതിൽ നോക്കിയപ്പം പറഞ്ഞാൽ ശരിയാണ്, കുറേ ഐറ്റംസ് ഉണ്ട് സാധനങ്ങൾ. നമ്മൾ അടിച്ച് നോക്കി, നമ്മൾ സെർച്ച് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അതിനകത്ത് കാര്യമില്ല, സെർച്ച് ചെയ്താൽ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഈ തുണി ഐറ്റംസ്, ചെരുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിലില്ല. പക്ഷെ നമുക്ക് അല്ലറ ചില്ലറ വേണ്ടുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, ഈ ഞുണുക്ക് പണിങ്ങൾക്കൊക്കെ വേണ്ടുന്ന കുറേ സാധനങ്ങൾ. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞാൻ കിച്ചൺ ഐറ്റംസ് ഒന്നുമല്ല മേടിച്ചത്. ഈ വാൾ ഹാങ്ങിങ്സ്, ഹുക്സ്, പിന്നെ ഗ്ലൂ സ്റ്റിക്ക് മേടിക്കണമായിരുന്നു, അത് മേടിച്ച്. പിന്നെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഷൂ നനയാതിരിക്കാൻ, ഇപ്പം മഴയൊക്കെ അല്ലായിരുന്നു, അപ്പോൾ ഷൂവിൻ്റെ മണ്ടയിൽ ഇടുന്നൊരു കവറ്, അതെല്ലാം കൂടി. അങ്ങനെ പിന്നെ ഫോണിൻ്റെ ബാക്കിൽ വെക്കുന്ന റിങ് ഉണ്ടല്ലോ, നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചേക്കുന്നത്, ഫോൺ താഴെ വീഴാതിരിക്കാൻ പറ്റുന്നത്. അങ്ങനെ 2-3 സാധനങ്ങൾ, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി എത്ര രൂപയായി എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാവേ. ഇതെൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണെന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. വേറെ ആരും പറഞ്ഞ് ചെയ്യിക്കുന്നതൊന്നുമല്ല കേട്ടോ. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരുമോ. അപ്പം ഞാൻ മീഷോയിലൊക്കെ ഈ സാധനങ്ങളൊന്നും, എനിക്ക് ഗ്ലൂ സ്റ്റിക്കും വേണ്ടുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ അത്യാവശ്യം ക്രാഫ്റ്റൊക്കെ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ വേണമെന്ന് വിചാരിച്ച് ഞാൻ മീഷോയിൽ നോക്കിയപ്പം ഗ്ലൂ സ്റ്റിക്ക് 2 കൂടി 200-250 രൂപ സംതിങ് വരും. അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പം 100-120 രൂപ സംതിങ്ങേ ഉള്ളൂ, 2 കൂടി 10 ഗ്ലൂ സ്റ്റിക്ക്, ഗ്ലൂ ഉൾപ്പെടെ. അങ്ങനെ ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടു. ഈ ആപ്പിനൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമ്മൾ മീഷോയ്ക്കകത്ത് ഇപ്പോൾ ഒരു ഇത് വന്നിട്ടില്ലേ, പേ ലേറ്റർ എന്നും പറഞ്ഞു, പിന്നെ നമുക്ക് പൈസ അടച്ചാൽ മതി. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഡിയോയുടെ ആപ്പിനില്ല. നമ്മൾ അന്നേരം തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുന്ന കാര്യം വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഒന്നും കിടപ്പില്ല. ഗൂഗിൾ പേ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ലായിരുന്നു, ഞാൻ വീട്ടിലിരിക്കുന്നത്, എനിക്കെങ്ങനെ പൈസ. അപ്പോൾ എനിക്ക് പൈസ വേണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് സ്കെയിലല്ലേ പറ്റും. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം എന്നും പറഞ്ഞ് സാധനങ്ങൾ വേണ്ടുന്നത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത്, നമുക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ ആപ്പ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് കിട്ടും. സ്ക്രോൾ ചെയ്താലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടത്തില്ല. അങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്ത് കുറേ ഐറ്റംസ് ഞാൻ ആഡ് ചെയ്ത് ഇട്ടിരുന്നായിരുന്നു, അത്യാവശ്യം വേണ്ടുന്നത്. എന്നിട്ട് മേടിക്കാമെന്നും പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് 2 ദിവസം ചോദിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് പൈസ തന്നു. ഞാൻ ഓർഡർ ചെയ്യണോ വേണ്ടോ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അന്നേരം പേ ചെയ്യണം, ഓൺലൈനായിട്ട് പേ ചെയ്യണം. അപ്പം ഞാനെന്താ വിചാരിച്ച്, ഇച്ചിരി നേരം കൂടെ കഴിയിട്ട് നമുക്ക് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ഒന്നുകൂടി സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത്, അപ്പോൾ കാണാൻ എനിക്ക് വാട്സപ്പിൽ കൂപ്പൺ കോഡ് വരുന്നത്, ഡിയോയുടെ ആപ്പിൻ്റെ കൂപ്പൺ കോഡ്. അപ്പോൾ അവർ മെസ്സേജ് അയച്ചാണ്. അപ്പോൾ ഈ കൂപ്പൺ കോഡ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വരെ എനിക്ക് 360 രൂപ സംതിങ് ആയിരുന്നു. ഈ കുറച്ച് ഐറ്റംസ് അധികം ഉണ്ടായിരുന്നു. എത്ര ഐറ്റംസ് ആണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാവേ. 12 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കാർട്ടിലിട്ടിരുന്ന സമയത്ത് എനിക്ക് 300 സംതിങ്ങാണ് വന്നത്. ഇപ്പം നമ്മൾ മീഷോയിൽ ഈ സാധനം ഓർഡർ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിന് ഏകദേശം 100-150 രൂപ വില വരുന്നുണ്ട്, ഡെലിവറി ചാർജ് ഉൾപ്പെടെ. പക്ഷേ ഞാൻ ഇതിൽ നോക്കിയപ്പോൾ ഡെലിവറി ചാർജ് അങ്ങനെ കാണിക്കുന്നില്ല. ലാസ്റ്റ് ഡെലിവറി ഷിപ്പിംഗ് ചാർജസ് ആയിട്ട് സംതിങ് 100 സംതിങ് രൂപ വരും. അപ്പോൾ ഒരു പ്രൊഡക്റ്റായിട്ട് നമ്മൾ മേടിക്കണം എന്ന് വിചാരിച്ചാൽ നല്ല റേറ്റാണ്. മീഷോയെക്കാട്ടിൽ റേറ്റ് കൂടും, കാര്യം ഈ ഷിപ്പിംഗ് ചാർജ് കൂടുതലാണ് മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ഒരുപാട് ഐറ്റംസ് മേടിക്കുമ്പോൾ നല്ല ലാഭമാണ്. അപ്പോൾ ഇത്രയും കാർട്ടിൽ ആഡ് ചെയ്തിട്ടിരുന്ന സമയത്ത് ഈ 10-12 സാധനങ്ങൾ ആഡ് ചെയ്തിട്ടിരുന്ന സമയത്ത് 360 രൂപ സംതിങ് ആയി. അന്നേരമാണ് കൂപ്പൺ കോഡ് വരുന്നത് വാട്സപ്പിൽ. അപ്പോൾ ഞാൻ ഈ കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് എത്ര രൂപ വന്നു? 285 രൂപ. 285 രൂപയ്ക്കാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തത്. എന്നിട്ട് ഞാൻ പൈസ അയച്ചു കൊടുത്തു. നമ്മുടെ മീഷോയിലാണെങ്കിൽ നമ്മൾ UPI ID ഒക്കെ അടിച്ചു കൊടുക്കണം. അതൊന്നും വേണ്ട, അവർ നേരെ പൈസ അങ്ങ് പിടിച്ചോളൂ. നമ്മളങ്ങോട്ട് ക്യാഷ് ഓൺ ഇത് കൊടുക്കും, UPI അങ്ങോട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ അങ്ങ് എടുത്തോളും പൈസ, നമ്മുടെ ഇത്ര രൂപയെന്ന് വെച്ചാൽ.
അങ്ങനെ ആ പൈസ എടുത്തു കഴിഞ്ഞു. പിന്നെ ഒരനക്കവും ഇല്ല ഇതിന്. നമ്മുടെ മീഷോ ഫ്ലിപ്കാർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രാക്കിങ്ങിൻ്റെ ഹിസ്റ്ററി കാണിക്കും, ഡെലിവറി ടൈം കാണിക്കും, ഡേറ്റ് കാണിക്കും, എസ്റ്റിമേറ്റഡ് ടൈമും ഡേറ്റും എല്ലാം കാണിക്കും. പക്ഷേ ഇതിൽ അങ്ങനൊരു ഓപ്ഷനേ ഇല്ല. ഞാൻ പൈസ അയച്ചു കൊടുത്തു. ഞാൻ ആകെ പേടിച്ചു, ദൈവമേ പൈസ പോയോ, പണി കിട്ടിയോ. എനിക്കാണെങ്കിൽ ആകെ ഒരു മാതിരിയൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ പൈസ അല്ലല്ലോ, ചേട്ടൻ അയച്ചെന്നേലേ. സാധനം എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്തോ പറയും, ഒരനക്കവും ഇല്ല. പിന്നെ ഞാൻ കയറി യൂട്യൂബ് തപ്പുക, ഇരുന്ന് തപ്പി ആരും ഡേറ്റിൻ്റെ കാര്യങ്ങളും ഒന്നും പറയുന്നില്ല, ആരും പറയുന്നില്ല. എനിക്കങ്ങ് ടെൻഷൻ. ഞാൻ ഇതിനെക്കുറിച്ച് അടിച്ചു നോക്കി. എന്നിട്ട് ചേട്ടൻ വീട്ടിൽ വന്നിട്ട് ചോദിച്ച് സാധനമൊക്കെ ഓർഡർ ചെയ്തോ, ചേട്ടൻ ജോലി കഴിഞ്ഞാൽ ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞാൽ ഓർഡർ ചെയ്ത് സാധനം വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ടെൻഷൻ. എന്നിട്ട് പിറ്റേന്നായപ്പോൾ ഞാൻ വീണ്ടും ഇതാണെങ്കിൽ യൂട്യൂബും ഗൂഗിളും എല്ലാം തപ്പുക. അപ്പോൾ ഞാൻ ജെമിനി എടുത്ത് വെച്ചപ്പോൾ, ഗൂഗിൾ ജെമിനി എടുത്ത് വെച്ചപ്പോൾ ജെമിനി പറയുന്നു, ഇത് വിശ്വസ്തമായ ഒരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾ പേടിക്കണ്ട, സാധനം കിട്ടും, ഇത് ആപ്പ് കറക്റ്റ് നല്ല ആപ്പാണ് എന്നെല്ലാം പറയുന്നു. പക്ഷേ എനിക്ക് ജെമിനിയെ പോലും വിശ്വാസം വരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു കൊച്ചിൻ്റെ വീഡിയോ ഞാൻ കാണുന്നത്. ആ കൊച്ച് പറയുന്നതെന്ന് വെച്ചാൽ ഡിയോയുടെ ആപ്പിൽ നിന്ന് ആ കൊച്ചിന് ഡെലിവറി കിട്ടിയത് 10 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം പറഞ്ഞു ആ കൊച്ചിൻ്റെ ഷോർട്സിൽ. അപ്പോൾ ഞാൻ അല്ലാതെ വീഡിയോസ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതിനകത്തൊന്നും പറയുന്നില്ലായിരുന്നു. അങ്ങനെ ആകെ പേടിയായി. പിന്നെ ഞാൻ വിചാരിച്ചു 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ കിട്ടുന്നത്. അപ്പം ഞാൻ മെയ് 4-ാം തീയതി ഇത് ഓർഡർ ചെയ്തു. അപ്പം ഞാൻ വിചാരിക്കും 10 ദിവസം കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ 3 ദിവസമായി, 4 ദിവസമായി. ചേട്ടൻ ചോദിക്കാൻ തുടങ്ങി, സാധനം എവിടെ ആയി? ഞാൻ പറയും, അത് 2 ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ ചേട്ടാ. എന്നിട്ട് ടെൻഷൻ അടിക്കുക. ഇപ്പോൾ പൊട്ടൊന്നും പറഞ്ഞാൽ ഹാർട്ട് കിടന്നടിക്കുന്നത്. എന്നിട്ടോ ഞാൻ വിചാരിക്കും, സാധനം പോയി, കയ്യിൽ നിന്ന് പോയി, എല്ലാം പോയി. ഡേറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ടങ്ങ് ടെൻഷൻ. എനിക്ക് എന്താ ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യ. അങ്ങനെ വീണ്ടും ഇരുന്ന് തപ്പി വന്നപ്പോൾ 2-3 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഓരോരുത്തർ വീഡിയോ ഇടാൻ തുടങ്ങി. 10 ദിവസം കഴിഞ്ഞാണ് സാധനം കിട്ടുന്നത്, ഇതിന് ഡേറ്റോ കാര്യങ്ങളോ പറയത്തില്ലെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഒരു സമാധാനം വരുന്നു, 10 ദിവസം കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ചേട്ടൻ വീണ്ടും ചോദിച്ചു, എന്നാടി സാധനം കിട്ടുന്നത്? മീഷോയിലാണ് ഇപ്പോൾ കിട്ടിയതല്ലേ. ഞാൻ പറഞ്ഞു, മീഷോയുടെ കണക്കല്ല, അത്രയും വിലയില്ലല്ലോ ഇത്ര സാധനത്തിന്. ഒരു 10-800 രൂപയുടെ സാധനമാണ് ഞാൻ ഈ 255 രൂപയ്ക്ക് മേടിച്ചത്. അപ്പം അത്രയും പൈസ കൊടുക്കണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ലല്ലോ. ഞാൻ എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞാൽ കിട്ടിയാൽ മതി, എല്ലാ സാധനങ്ങളും കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞാൽ ശരി ചേട്ടാ, എന്ത് സാധനങ്ങളൊന്നും ചേട്ടൻ കണ്ടില്ല, കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്യുന്നതെന്ന് മാത്രമേ പറഞ്ഞോളായിരുന്നു. പാവം പൈസയൊക്കെ തന്നു. അന്നേരം എന്തുവാ, സാധനം വന്നില്ലെങ്കിൽ എന്നെ കൊല്ലും, അത് ഉറപ്പാ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇതാണെങ്കിൽ വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങി പിള്ളേർ. അന്നേരം 10 ദിവസം കഴിഞ്ഞപ്പോൾ സാധനം കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം കുറച്ച് ടെൻഷനും കുറഞ്ഞു. അങ്ങനെ മെയ് 14ആയി. 14ൻ്റെ അന്ന് ഞാൻ ഫുൾ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക. ഇപ്പം വിളിക്കും ഡെലിവറിക്കാർ, ഇപ്പം വിളിക്കും. വിളിച്ചില്ല. അന്ന് രാത്രി എന്തായാലും അന്ന് ചേട്ടൻ ചോദിച്ചില്ല. അന്ന് ചോദിച്ചായിരുന്നു ഞാൻ വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് വീണേനെ. അന്ന് എന്തായാലും ചോദിച്ചില്ല. അങ്ങനെ പിറ്റേന്ന് ഒരു 3 മണിയായി, വൈകിട്ട് ഒരു 3 മണിയായപ്പോഴത്തേക്ക് ആൾ വിളിക്കുന്നു. എനിക്ക് അന്നേരം ജീവൻ വീണ്. സംഭവം അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നപ്പോഴേ മനസ്സിലായി ഡെലിവറിക്കാരായിരിക്കും. വിളിച്ച് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അന്നേരം ഞാൻ ചെന്ന് സാധനം മേടിച്ചു. അപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിൽ പറയേണ്ട കാര്യം ഇത് തന്നെ, നമ്മുടെ ഡെലിവറി ടൈമോ ഡേറ്റോ ഒന്നും അവർ പറയത്തില്ല, കാണിക്കത്തില്ല. 10 ദിവസം കഴിഞ്ഞ് സാധനം കൈ കിട്ടും. അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാതെ, എന്നെ വിശ്വസിച്ചോ, നിങ്ങൾക്ക് വിശ്വസിച്ചോ. അന്നേരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പിന്നൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇവരുടെ പ്രൈവസി പോളിസിയിൽ പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ ഓപ്ഷൻ ഇല്ല. റിട്ടേൺ ഓപ്ഷൻ എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. അപ്പം നമുക്ക് ഈ സാധനങ്ങൾ മേടിച്ച് നമുക്ക് വേണ്ടെന്ന് വെച്ച് റിട്ടേൺ അയക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും ഐറ്റംസ് മിസ്സായാലും ഒന്നും റിട്ടേൺ അയക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ അവരുടെ പ്രൈവസി പോളിസിയിൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് ഓപ്പൺ ആക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് വെക്കണം. വീഡിയോ എടുത്ത് ഓരോ പ്രോഡക്റ്റും എടുത്ത് കാണിക്കണം. ഇന്ന പ്രോഡക്റ്റ് ഉണ്ടെന്നും പറഞ്ഞു അവരിതാ ഈ ലിസ്റ്റ് പേപ്പറോടെ കാണിക്കും, ഇതിനകത്ത് വെച്ചിരിക്കും. അപ്പോൾ ഓരോ സാധനങ്ങൾ അവർ ടിക്ക് ചെയ്ത് ഈ ബോക്സിനകത്തോട്ട് പറക്കിയിട്ടാണ് തരുന്നത്. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഈ ലിസ്റ്റ് എടുത്ത് വെച്ച് നമ്മളെല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന് നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം. അത് വീഡിയോ എടുത്ത് വെച്ചിരിക്കണം. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ എടുത്ത് അവരുടെ പ്രൈവസി പോളിസിക്കകത്ത് ഒരു വാട്സപ്പ് നമ്പറുണ്ട്. ആ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു കൊടുത്താൽ മിസ്സിങ് ആയ പ്രോഡക്റ്റിന് അവർ പൈസ തിരിച്ചു തരും. ആ മിസ്സിങ് ആയ പ്രോഡക്റ്റിന് മാത്രം അവർ തിരിച്ച് അക്കൗണ്ടിലേക്ക് അയച്ചു തരും. അത് എത്ര ദിവസത്തെ പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. നമ്മുടെ മീഷോയിലാണെങ്കിൽ 24 hours എന്നാണ് പറയുന്നത്, അതിനുള്ളിൽ തിരിച്ചു തരും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എല്ലാ പ്രോഡക്റ്റും ഉണ്ടായിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. പിന്നൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊട്ടുന്ന സാധനങ്ങൾ അധികം മേടിക്കാൻ നിൽക്കരുത്. കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഈ ഒരു ബോക്സിനകത്തോട്ട്
സാധനങ്ങൾ വാരിയിട്ട് ഇനി തരുമോ, ഈ ലിസ്റ്റ് നോക്കി എല്ലാ സാധനങ്ങളും അതിനകത്തിട്ട് വാരിയിട്ട് അടച്ചെങ്കിൽ തരുമോ. അപ്പോൾ അവർ ആ ഇട്ട് തരുന്ന സംഭവം വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ ഡെലിവറി ടൈമിൽ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഈ ബോക്സൊക്കെ എടുത്ത് പറക്കി എറിഞ്ഞുമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോഴത്തേക്ക് പൊട്ടുന്ന സാധനങ്ങളുണ്ടെങ്കിൽ മൊത്തവും പോവും. ഞാൻ പൊട്ടുന്ന സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഡെലിവറിയിൽ കണ്ടായിരുന്നു പൊട്ടുന്ന സാധനങ്ങളെല്ലാം പൊട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഓരോരുത്തർ വീഡിയോ ഇട്ടേക്കുന്നത് ഈ ഇടപ്പ് കൊള്ളത്തില്ലെന്നും പറഞ്ഞു. സത്യം മീഷോയുടെ അത്ര സെക്യൂറായിട്ട് പാക്കിംഗ് ഒന്നുമില്ല. ഇതെല്ലാം കൂടി ഈ ഒരു ബോക്സിൽ തട്ടിയിട്ടെങ്കിൽ തരുക. അന്നേരം പൊട്ടുന്ന സാധനങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. വില കുറവാണെന്നും പറഞ്ഞ് ചുമ്മാ മേടിച്ച് പൊട്ടിച്ച് കളയുന്നത് എന്തിനാണ്, ഉള്ള പൈസയും കൂടെ കളഞ്ഞിട്ട്. അന്നേരം പൊട്ടുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഈ വീഡിയോ എടുത്ത് ഈ വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ 100 രൂപയുടെ സാധനമാണ് നമുക്ക് 30 രൂപ തിരിച്ച് കിട്ടും. അതാണ് അവരുടെ പോളിസി. അപ്പം പ്രോഡക്റ്റ് മാറ്റി തരത്തില്ല. കാര്യം റിട്ടേൺ ഓപ്ഷൻ ഇല്ല, പ്രോഡക്റ്റ് മാറ്റി തരത്തില്ല. പക്ഷേ ഈ വീഡിയോ എടുത്തയച്ചാൽ 100 രൂപയുടെ സാധനമാണെങ്കിൽ 30 രൂപ കൈ കിട്ടും, അത്രയേ ഉള്ളൂ. മിസ്സിങ് ഉള്ള ഐറ്റംസ് മാത്രമാണെങ്കിൽ ആ രൂപ തിരിച്ച് കിട്ടും. അങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഈ പൊട്ടിയ പ്രോഡക്റ്റിൻ്റെ എല്ലാം ഇതാണൊക്കെ ഞാൻ അറിഞ്ഞത്, ആ വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞു. അങ്ങനെ കുറേ സെർച്ച് ചെയ്തായിരുന്നു എന്തെങ്കിലും. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നമുക്ക് വിശ്വസിച്ച് എടുക്കാം. 10 ദിവസം കഴിഞ്ഞാൽ സാധനം കിട്ടത്തുള്ളൂ. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, റിട്ടേൺ പോളിസി ഇല്ല. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതെൻ്റെ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് നല്ല വെർത്തായിട്ട് തന്നെ തോന്നിയത്. വന്ന സാധനങ്ങളെല്ലാം അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ഹാങ്ങിങ് ഹുക്സൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഹാങ്ങിങ് ഹുക്സൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ, അതിൻ്റെ ഗമ്മൊക്കെ നല്ല ഒട്ടിയിരിക്കും. ഗ്ലൂ ഗണ്ണും ഗ്ലൂ സ്റ്റിക്കും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം സൂപ്പർ സാധനങ്ങളായിരുന്നു കേട്ടോ. പറയാൻ ഹോൾസെയിലായിട്ട് സാധനങ്ങൾ കിട്ടുന്നത് മികച്ച ഒരു സൂപ്പർ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ മീഷോ. ഫ്ലിപ്കാർട്ടിനെക്കാട്ടിലൊക്കെ റേറ്റിംഗ് നമുക്ക് കൊടുക്കാം, പക്ഷെ പൊട്ടുന്ന സാധനങ്ങൾ മേടിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. ബൈ ബൈ.